ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഇത്ര വലിയൊരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അപ്പം ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ആശങ്ക എല്ലാ ഭക്തരും ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. ഏകദേശം 1 മാസത്തോളം എടുത്തു കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഇത്ര വൈകുന്നു? നമ്മൾ ആദ്യം അറിഞ്ഞിരുന്നത് കട്ടിളപ്പാളിയായിരുന്നു, അതിനുശേഷം ദ്വാരപാലക ശില്പങ്ങളായിരുന്നു, അതിനുശേഷം പ്രഭാമണ്ഡലമായി. ഇനി എന്തൊക്കെയാണ് അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ട് പോയിരിക്കുന്നത് സർക്കാരിന്? അപ്പോൾ ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്തിനിത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ശബരിമല ഒരു തിരിച്ചടിയായി അയ്യപ്പ ഭക്ത സംഗമം നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു, സർക്കാരിന് പങ്കുണ്ട്. വമ്പൻ സ്രാവുകളൊക്കെ ഇനിയും കുടുങ്ങാനുണ്ട്. അവരിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. സാധാരണക്കാരായ ജീവനക്കാർക്ക് ചുറ്റും ഈ ഒരു 360 ഡിഗ്രി ക്യാമറയും വെച്ച് എന്തെങ്കിലും പോണ്ടോ എന്ന് നോക്കിയിരുന്ന സമയത്ത് ഈ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ മുകളിൽ അയ്യപ്പൻ്റെ വിഗ്രഹവും അയ്യപ്പൻ്റെ കട്ടളപ്പാളിയിലെ സ്വർണവും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണവും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. നമസ്കാരം. അന്വേഷിച്ചെത്തിയപ്പോൾ ശബരിമലയിൽ നിന്ന് ഏറെക്കുറെ എല്ലാം കടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. പുറത്തെ പാളിയും പീഠവും കടന്ന പ്രഭാമണ്ഡലത്തിലെയും ശിവവ്യാളി രൂപങ്ങളിലെയും സ്വർണം കവർന്നു എന്നാണ് പുതിയ വാർത്ത. ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഭക്തർ. ജനുവരിയിൽ കോടതി നൽകിയിട്ടുള്ള സമയപരിധി അവസാനിക്കാനിരിക്കുകയാണ്. കേരളം ഉറ്റുനോക്കുന്നു, വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. ഐശ്വര്യ, ഈ പറഞ്ഞതുപോലെ ഇനി അയ്യപ്പൻ മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് ഭക്തർ ചോദിച്ചു പോവുകയാണ്. കാരണം ഓരോ ദിവസവും വാർത്ത വരുമ്പോൾ അങ്ങനെയാണ്, ഒരറ്റത്തു നിന്ന് തുടങ്ങുന്നു, പക്ഷെ ഒരറ്റത്തും അത് തീരുന്നില്ല. ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകില്ലായിരുന്നുവെങ്കിൽ, ഒരു SIT രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് ആരെങ്കിലും അറിയുമായിരുന്നോ? ഈ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇത്രയും വ്യാപ്തിയുണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങൾ തിരിച്ചറിയായിരുന്നു. ഇതൊരു സ്വർണ്ണക്കൊള്ള എന്നതിലുപരി സംഘടിതമായ ഒരു വലിയൊരു മോഷണം അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടത്താണ് നടന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കേസിൻ്റെ ആദ്യത്തെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു സാധാരണ മോഷണം, അവിടെയുള്ള ഉണ്ടായിരുന്ന ജീവനക്കാർ നടത്തിയ ഒരു സാധാരണ മോഷണമായിരുന്നു. അതിനുശേഷമായിരുന്നു ഇതിലൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് എന്നും, കൂടാതെ അന്നത്തെ ദേവസ്വം ബോർഡിലെ ഏകദേശം എല്ലാ അംഗങ്ങളും ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണ് എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വസ്തുതയായിരുന്നു. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് പോലും ഇതിൽ പങ്കുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. കൂടാതെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ആരൊക്കെയാണ്? ഈ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജയിലിലുണ്ട്, അതുപോലെ തന്നെ പ്രസിഡന്റ് ഉണ്ട്, കൂടാതെ N. വാസു കമ്മീഷണറുണ്ട്. അതായത് അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെല്ലാം വമ്പന്മാരാണ്. അതായത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയായിരുന്നു. അതായത് ഈ ഒരു കേസിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്, ഈ ഒരു സ്വർണ്ണക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് എന്നുള്ളതും ഞെട്ടിക്കുന്നൊരു വസ്തുത തന്നെയായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ SITക്ക് കൈമാറിയത്. ശ്രീജ പറഞ്ഞതുപോലെ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഒറിജിനൽ ആണോ എന്ന് ഭക്തർ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല, അല്ലേ? തീർച്ചയായിട്ടും. ഇത് എവിടെ നിന്നാണ് ഇതെല്ലാം ഈ സ്വർണം പോയി എന്നുള്ളിടത്താണ് ചോദ്യം തുടങ്ങുന്നത്. ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഇത്ര വലിയൊരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അപ്പം ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ആശങ്ക എല്ലാ ഭക്തരും ചോദിച്ചു പോവുകയാണ്. കാരണം ഇപ്പോൾ കുരുങ്ങിയിരിക്കുന്നത് ഐശ്വര്യ പറഞ്ഞതുപോലെ വമ്പന്മാരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണ് എന്ന് തീർത്ത് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായും അവർക്കതിൽ നിർണായക പങ്കുണ്ട്. എങ്കിൽ പോലും അന്നത്തെ ദേവസ്വം മന്ത്രി അറിയാതെ, ഞാൻ ദേവസ്വം മന്ത്രിയിൽ എന്ന് പറയുന്നത് സർക്കാർ അറിയാതെ എന്ന സർക്കാരിലേക്കൊക്കെ ഈ ചോദ്യമുന ഉയരുകയാണ്. സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പത്മകുമാറാണ്
കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുത്തത്. ആ കാര്യം അത് അന്ന് പുറത്തു വന്നതാണ്. പക്ഷേ ഏകദേശം 1 മാസത്തോളം എടുത്തു കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഇത്ര വൈകുന്നു? പ്രതിപക്ഷ നേതാവിനെ മാത്രം പറയേണ്ട, ഹൈക്കോടതി അടക്കം ചോദ്യം ഉന്നയിച്ചതല്ലേ. ഹൈക്കോടതി ഒരിടക്കാലത്ത് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഒരു സ്തംഭനാവസ്ഥയിലായോ, അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന തരത്തിൽ ചോദ്യം ഹൈക്കോടതി അടക്കം ഇടയ്ക്ക് ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു സംശയത്തിലേക്ക് നീങ്ങുന്നത്. 2 വലിയ IPS ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, സ്വാധീനം ചെലുത്തുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഇടപെടൽ, സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് അല്പം ഒന്ന് നീട്ടിവെക്കാൻ, കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോഴൊക്കെ സ്വാഭാവികമായും ഭക്തർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഉള്ളിലൊക്കെ ഒരു സംശയം വരുന്നു, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ അന്വേഷണം ഒരറ്റത്തും എത്തിത്തീരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ CBIയിലേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോൾ CBI അന്വേഷിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളതാണോ? എങ്ങനെയാണ് ഐശ്വര്യയ്ക്ക് തോന്നുന്നത്? ഈ സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണം ഇതിൽ ആവശ്യപ്പെടുന്നത് കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് ഈ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ശരി തന്നെ ഈ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യമാണ്, CBI വരണം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, എത്രത്തോളം സ്വർണം പോയിട്ടുണ്ട്, എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അയ്യപ്പൻ്റെ ഈ പറഞ്ഞ പ്രഭാമണ്ഡലം വരെ എത്തി നിൽക്കുന്നു മോഷണവുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മൾ അറിയാത്ത ഇനിയും നമ്മൾ എന്തൊക്കെയോ അറിയാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയാണ് വാസു ദേവസ്വം കമ്മീഷണർ, എങ്ങനെയാണ് അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്? ഈ വാസു എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ആ ഒരു സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള ആളാണ്. പത്മകുമാർ ഭരിച്ചിരുന്ന സമയത്താണെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെയും തീരുമാനിച്ചിരുന്നത് വാസു ആയിരുന്നു. ഇവർ രണ്ടുപേരും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ പത്മകുമാറിന്റെ വാക്കുകളെക്കാളും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും കേട്ടിരുന്നത് വാസുവിൻ്റെ വാക്കുകൾക്കായിരുന്നു. കാരണം ഈ ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നത് വാസുവിനായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ള, വലിയൊരു കൊള്ള നടന്നതും ആ ഒരു കാലയളവിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളതും ഈ വാസുവിനും അതുപോലെ തന്നെ പത്മകുമാറുമായിരുന്നു. ഈ പത്മകുമാർ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത സമയത്ത്, കൂടാതെ പുറത്തിറങ്ങി വരുന്ന സമയത്തും കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ശവം തീനികൾ എന്നായിരുന്നു. അതായത് പത്മകുമാറിന് അറിയാം എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ നടന്നത്. പത്മകുമാറിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഭാഗം നിൽക്കട്ടെ, ഈ കൊള്ളയിൽ ഒരു ഭാഗം കൈപ്പറ്റിയോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധി പോലെയുള്ള ഒരാളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നത്? ഈ കൊള്ളക്കാർക്കൊക്കെ എങ്ങനെയാണ് ഈ സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന Z കാറ്റഗറി സുരക്ഷയുള്ള ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നത്? അത് ഇവർ അതിനുള്ള അവസരം കൊടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രാഷ്ട്രീയപരമായി ഇരുചേരികളിലൊക്കെ ആണെങ്കിലും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തന്നെ ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പിൽ വരുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണം എന്നുള്ള മുറവിളി കൂട്ടുന്നതും. ഭക്തർ അർപ്പിക്കുന്ന ഈ ഒരു കാണിക്കയാണെങ്കിലും ഈ ഓരോ ചെറിയ ചെറിയ വിഗ്രഹങ്ങളാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും എങ്ങനെയാണ് ഇവർക്ക് അടിച്ചു മാറ്റാൻ തോന്നുന്നത് എന്നുള്ളത് സാധാരണക്കാരായ പലരും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇനി ഇത് തിരിച്ചടിയായോ എന്നുള്ളതാണ്. പിണറായി സർക്കാരിന് തിരിച്ചടിയായി എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്, അല്ലേ? പിന്നെ ഈ ശബരിമലയിൽ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഇവർ ഈ ഭക്തസംഗമൊക്കെ വിളിച്ചു ചേർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം സാധാരണക്കാർക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതും ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇപ്പോൾ അവരും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് കാര്യങ്ങൾ. CPI പലതവണ അവർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അത് അവർ തിരുത്തി കൊടുക്കുന്നുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും അത് പിണറായി അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്മകുമാറും ഈ വാസുവും അടക്കമുള്ളവർക്കെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം. ഈ രാഹുൽ മാങ്കൂട്ടത്തലിന് കേസ് വന്നപ്പോൾ ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നു വന്നിരുന്നത്. പക്ഷേ ബുദ്ധിപൂർവ്വം അത് കോൺഗ്രസ് കൈകാര്യം ചെയ്തു, നടപടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇതേ സാഹചര്യം മറുവശത്ത് വന്നപ്പോൾ അവർ കൈകഴുകുകയാണ് ചെയ്തത്. എല്ലാം തെളിഞ്ഞ ശേഷം ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാമെന്നുള്ളൊരു തീരുമാനം അവർ എടുക്കുകയാണ് ചെയ്തത്. അവിടെയൊക്കെ തെറ്റുപറ്റി സർക്കാരിന്. അപ്പോൾ ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്തിനിത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. നമുക്കറിയാം, കണക്കിലുള്ള സ്വത്തുക്കളുടെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കളുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും?
ഈ ഭക്തർ സാധാരണ ക്ഷേത്രങ്ങളിൽ പോലെയല്ല, അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ കിഴിയായിക്കൊണ്ടങ്ങ് എറിയുകയാണ്. അത്തരത്തിലുള്ള വലിയ വലിയ സ്വത്തുക്കൾ, അയ്യപ്പൻ്റെ പേരുള്ള സ്വത്തുക്കൾ, ഇതൊക്കെ അപ്പോൾ സ്വാഭാവികമായും മോഷണം പോകുന്നില്ലേ? ഇപ്പോൾ സംഭവിക്കുന്നതാണോ, വർഷങ്ങളായി ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണോ എന്നുള്ള കാര്യമൊക്കെ ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പിന്നെയാണ് ഈ പുരാവസ്തുവിലേക്ക് പോകേണ്ടത്. നമുക്കറിയാം, സാധാരണ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ പുരാവസ്തു എന്ന് പറയുമ്പോൾ സ്വർണ്ണത്തെക്കാളേറെ മൂല്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വിഗ്രഹം അടക്കമുള്ള വസ്തുക്കൾ കടത്തിയപ്പോൾ പിന്നെ അയ്യപ്പന്റെ സ്വർണം കൂടി ആയതുകൊണ്ട് അതിന് ആ ഒരു മൂല്യം കൂടിയുണ്ട്. അയ്യപ്പന്റെ ആണ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ലേബലും കൂടി ഉള്ളതുകൊണ്ട് അതിന്റെ മൂല്യം ഇരട്ടിയാണ്. അതെ. അപ്പോഴാണ് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക നീക്കം അത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹമാണ് ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഈ രാജ്യമൊക്കെ കടന്നു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ അത് നിൽക്കില്ല. പക്ഷെ ഒരു കാര്യം, രാഷ്ട്രീയമായി ഈ ഒരു സാഹചര്യം വല്ലാതെ മുതലെടുക്കുന്നുണ്ട് എന്ന് പറയാതെ തരമില്ല. നമ്മളത് പല ചിത്രങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം, പല ഉന്നതരെയും പോറ്റി കണ്ടിട്ടുണ്ട്. അത് പോറ്റിയുടെ മിടുക്കാണോ ഈ ഉന്നതരുടെ മിടുക്കാണോ എന്നുള്ളത് നമുക്ക് ഇനി വരും അന്വേഷണത്തിലേ തെളിയുകയുള്ളൂ. എന്തായാലും സോണിയാഗാന്ധി അടക്കമുള്ളവരെയൊക്കെ കണ്ടു, എങ്ങനെ കണ്ടു, എന്തിനു കണ്ടു എന്നുള്ളതൊക്കെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാം. അദ്ദേഹം എല്ലാം സഹകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അടക്കമുള്ള ചിത്രവിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ചൂഷണം ചെയ്യപ്പെടുകയാണ് ഈ ഒരു സാഹചര്യം. പലപ്പോഴും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം, യുവതീ പ്രവേശന സമയത്തായിരുന്നു അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് വലിയ തോതിൽ പാർട്ടിക്ക് തിരിച്ചടിയായി നമ്മൾ കണ്ടു. ആ സാഹചര്യം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കോൺഗ്രസ് അടക്കം ഉപയോഗിച്ചു, അത് ഫലം കണ്ടു. അതുകൊണ്ട് തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം പറയേണ്ടത്, നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശബരിമലയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ എല്ലാ ജീവനക്കാരും ഒരു സംശയ കണ്ണിലാണ് ആളുകളൊക്കെയും കാണുന്നത്. കാണിക്കുകയാണെങ്കിലും അതുപോലെ തന്നെയുള്ള പൈസകളൊക്കെയും എണ്ണി തിട്ടപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജീവനക്കാരാണ്. ഫുൾ CCTV നിരീക്ഷണത്തിലാണ്. കൂടാതെ ഈ ഒറ്റ മുണ്ടെടുത്താണ് അവരെ ഇതിലോട്ട് പ്രവേശിപ്പിക്കുന്നതെന്ന് പറയും. കാരണം ഈ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്താനും ഈ അത്രയും ചില്ലറകൾ വന്ന് വീഴുമ്പോഴും കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെയും കാണും. അങ്ങനെയാണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. നമുക്കൊന്നും അങ്ങനെ മോഷ്ടിക്കാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരായ ജീവനക്കാർക്ക് ചുറ്റും ഈ ഒരു 360 ഡിഗ്രി ക്യാമറയും വെച്ച് എന്തെങ്കിലും പോണ്ടോ എന്ന് നോക്കിയിരുന്ന സമയത്ത് ഈ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ മുകളിൽ അയ്യപ്പൻ്റെ വിഗ്രഹവും അയ്യപ്പൻ്റെ കട്ടളപ്പാളിയിലെ സ്വർണവും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണവും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരെ ആരും സംശയിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ടും ആരും അറിയാതെ പോയത്. പക്ഷേ കട്ടാൽ എന്നാണെങ്കിലും അത് പിടിക്കപ്പെടും എന്നുള്ളത് ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ, അല്ലേ? കട്ടാൽ എന്നാലും തെളിയില്ലേ എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകളൊക്കെ ഇനിയും കൂടുങ്ങാനുണ്ട്. അവരിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഐശ്വര്യ, അത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ സ്വത്ത് എന്നതിനേക്കാൾ ഏറെ ഭക്തരുടെ വിശ്വാസത്തിലാണ് ഇവർ കൈവച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ആ ഒരു ഇഫക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള തിരുത്തലിനും ഒരു ഓട്ടപ്പാച്ചിലുമാണ് ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയാതെ തരമില്ല. SIT അന്വേഷണ റിപ്പോർട്ട് ഈ ജനുവരിയിൽ സമർപ്പിക്കുകയാണ്. അതിലറിയാം ഏതൊക്കെ വമ്പൻ സ്രാവുകളാണ് ഈ ഒരു അടിച്ചുമാറ്റലിൽ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.